ആയുധങ്ങളുടെ കാര്യത്തിലോ സൈനികരുടെ എണ്ണത്തിലോ ഭൂപ്രദേശത്തിന്റെ വിസ്തൃതിയിലോ വിഭവശേഷിയിലോ ഒന്നും ലോകരാജ്യങ്ങളുടെ മുൻനിരയിൽ നിൽക്കാനുള്ള യോഗ്യത ഇസ്രയേലിനില്ല. ലോകത്തിലെ വൻ ശക്തികളെല്ലാം ഇസ്രയേലിനെ ഭയപ്പെടുന്നു. തീക്കട്ടയിൽ അരിക്കുന്ന ഉറുമ്പിനെ എന്ന പോലെ കൗതുകത്തോടെ അവരെ ഉറ്റുനോക്കുന്നു. അതിനുള്ള കാരണം മൊസാദാണ്, ഇസ്രയേലിന്റെ ചാരസംഘടന മൊസാദ്. ലോകത്തിലെ ഏറ്റവും മികച്ച ചാരസംഘടനയാണ് മൊസാദ്. അമേരിക്കൻ ചാരസംഘടനയായ CIA മൊസാദിന് നൽകിയ വിശേഷണമാണിത്. ഇസ്രയേലിനെ അംഗീകരിക്കാത്തവർ പോലും ചാരസംഘടനകളിലെ മൊസാദിന്റെ ഒന്നാം സ്ഥാനത്തെ അംഗീകരിക്കും. ലോകത്തിലെ ചെറിയ രാജ്യങ്ങളിലൊന്നാണ് ഇസ്രയേൽ. സ്ഥാപിതമായത് 1948-ലും. നമ്മുടെ രാജ്യത്തേക്കാൾ ഒരു വയസ്സ് കുറവ് മാത്രം. ദ്വീപിന് ചുറ്റും സമുദ്രം എന്ന പോലെ ഇസ്രയേലിന് ചുറ്റും ശത്രു രാജ്യങ്ങളാണ്. അതിർത്തിക്കുള്ളിലും തർക്കപ്രദേശങ്ങൾ നിറയെ. പ്രതിസന്ധികളുടെ പഞ്ചാധിപത്യത്തിൽ നിൽക്കുന്ന ഈ രാജ്യത്തിന് ഉറങ്ങുമ്പോൾ പോലും കണ്ണു തുറന്നു വെച്ചേ പറ്റൂ. ഭയാനകമായ ഒരു ദുസ്വപ്നം അവരെ വേട്ടയാടും. ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റ് എന്ന നരനായാട്ട്. ലക്ഷക്കണക്കിന് ജൂതന്മാരെയാണ് നാസി ഭീകരർ കൂട്ടക്കൊല ചെയ്തത്. ആ നരനായാട്ടിന്റെ നടുക്കുന്ന ഓർമ്മകൾ ജൂത സമൂഹത്തെ വേട്ടയാടുന്നു. ഇനി ആരും ജൂതനായാട്ടിന് ഇറങ്ങാതിരിക്കാൻ ഓരോ ജൂതനും അത്ര കരുതലോടെ ജാഗ്രത പാലിക്കുന്നു. കരിയില അനങ്ങിയാൽ പോലും കാതു കൂർപ്പിക്കും. ഈ ജാഗ്രതയാണ് മൊസാദിനെ ഏറ്റവും മികച്ച ചാരസംഘടനയാക്കുന്നത്. ചുരുക്കത്തിൽ ഇസ്രയേലിന്റെ ഉത്കണ്ഠയാണ് മൊസാദിന്റെ ശക്തിയുടെ ഉറവ. ആയുധബലമോ സൈനിക ശക്തിയോ അല്ല യുദ്ധത്തിൽ വിജയം നിശ്ചയിക്കുന്നത്. ശക്തിയേക്കാൾ വേണ്ടത് ബുദ്ധിയാണ്. ശത്രുവിന്റെ നീക്കങ്ങളെക്കുറിച്ചുള്ള അറിവിലൂടെ സൈന്യത്തിന് ജയിക്കാൻ കഴിയാത്ത യുദ്ധം അണിയറയിലിരുന്ന് ചാരന് കഴിയും. ഇക്കാര്യത്തിൽ മൊസാദ് കഴിഞ്ഞേയുള്ളൂ ലോകത്തിൽ മറ്റാരും. മൊസാദ് ഇസ്രയേലിനെ രക്ഷിക്കുന്നത് കാണുമ്പോൾ ലോകം ഞെട്ടാറുണ്ട്. ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയ നാസി ഭീകരൻ ഐക്മാനെ വർഷങ്ങൾക്ക് ശേഷം തപ്പിയെടുത്ത് ശിക്ഷ നടപ്പാക്കിയപ്പോഴും 6 ദിവസം കൊണ്ട് അറബി സഖ്യത്തെ അടിയറവ് പറയിപ്പിച്ചപ്പോഴും എൻറേബിൽ വെച്ച് റാഞ്ചി വിമാനം രക്ഷപ്പെടുത്തിയപ്പോഴും ലോകത്തെ അമ്പരപ്പിക്കുകയായിരുന്നു. ജൂതനായ മോശ വാഗ്ദത്ത ഭൂമി ചൂണ്ടിക്കാട്ടി ബെൻഗൂറിയൻ അവിടെ രാജ്യം സ്ഥാപിച്ചു. ഇന്ന് ഇസ്രയേലിന്റെ മൂന്നാം കണ്ണായി ആ രാജ്യത്തെ നിലനിർത്തുന്നു. മൊസാദ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് എങ്കിലും മുഴുവൻ പേര് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റലിജൻസ് സ്പെഷ്യൽ സർവീസ് എന്നാണ്. വിവരങ്ങൾ ശാസ്ത്രീയമായി പഠിക്കുന്ന അക്കാദമിക് സ്ഥാപനമാണ് തങ്ങളുടേത് എന്നാണ് അവർ പറയുന്നത്. ഒരർത്ഥത്തിൽ മൊസാദിന്റെ പ്രവർത്തനം മറ്റ് ഏജൻസികളുടേതിനേക്കാൾ പ്രയാസമേറിയതാണ്. കാരണം ഇസ്രയേലിനെ വലയം ചെയ്തിരിക്കുന്നത് അവരുമായി ശത്രുതയുള്ള 5 രാജ്യങ്ങളാണ്. അവരിൽ നിന്നാണ് മൊസാദിന് കൂടുതൽ വിവരങ്ങൾ ചോർത്തേണ്ടതും. രാജ്യത്തിനകത്തും ശക്തമായ എതിർനീക്കങ്ങളുണ്ട്. മാത്രമല്ല കുറേ രാജ്യങ്ങൾ ഇസ്രയേലിനെ രാഷ്ട്രീയമായി അംഗീകരിക്കുന്നുമില്ല. അതിനാൽ അവിടെ പ്രവർത്തിക്കുമ്പോൾ നയതന്ത്ര പരിരക്ഷകൾ ഒന്നും ലഭിക്കാറില്ല. മൊസാദിന്റെ സ്ഥാപകരിൽ ഒരാളായ ഇസാർ ഹാറൽ പറഞ്ഞത്, ഇസ്രയേലിനെ പോലെ രഹസ്യാന്വേഷണ വിവരങ്ങൾ ആവശ്യമുള്ള മറ്റൊരു രാജ്യവും ഭൂമുഖത്തില്ല. നമ്മുടെ രാജ്യത്ത് ഭീകരപ്രവർത്തനം നടത്തുന്ന രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധങ്ങളുമില്ല. നമുക്കിത് അതിജീവനത്തിന്റെ പ്രശ്നമാണ്. ലോകത്ത് ഏറ്റവും യാതനകൾ അനുഭവിച്ച ജനവിഭാഗവും ഈ ജൂതന്മാരാണ്. നാസികളുടെ മൃഗീയമായ വേട്ടയും മറ്റും മൂലം ഇവർ ഛിന്ന ഭിന്നമായി പോയിരുന്നു. പിന്നീട് ഇസ്രയേൽ രൂപം കൊണ്ടപ്പോൾ അവർ ഒത്തുകൂടി. ആ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് അവരുടെ ഭാവിയുടെ തന്നെ പ്രശ്നമാണ്. വെറും ഒരു തൊഴിലല്ല, ജീവിതം തന്നെയാണെന്ന ചിന്തയാണ് മൊസാദിനെ രഹസ്യാന്വേഷണത്തിൽ ഇത്ര മികച്ചവരാക്കി മാറ്റുന്നത്.